أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واسأل من أرسلنا من قبلك من رسلنا أجعلنا من دون الرحمن آلهة يعبدون സൂറ സുഖ്റുഫ് 45-ാമത്തെ വചനം. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ, നബിയെ താങ്കൾക്ക് മുമ്പ് നാം റസൂലായി അയക്കപ്പെട്ടവരോട് ചോദിച്ചു നോക്കൂ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യത്തിനുള്ള കൽപ്പനയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നത്. എന്താണ് ചോദിക്കേണ്ടത്? അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅ്ബദൂൻ, റഹ്മാനായ അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും ആരാധ്യന്മാരെ നാം നിയമിച്ചിട്ടുണ്ടോ, ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല റഹ്മാനായ അള്ളാഹുവിന് പുറമെ ഒരു ആരാധ്യനെ ഉണ്ടാക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഒരു പ്രവാചകനും അത് പ്രചരിപ്പിക്കുകയും ചെയ്യില്ല. പിന്നെ എന്തിനാണ് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കാൻ കൽപ്പിക്കുന്നത്? കാരണം ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം ഒരിക്കലും അത് സംഭവ്യമല്ലാത്ത കാര്യമാണെന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, അതിനൊരു ഉറപ്പു നൽകാൻ വേണ്ടിയാണ്. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ എന്ന് നാം സാധാരണ പറയാറുള്ളത് പോലെ കൃത്യമായ ഉറപ്പുള്ള കാര്യത്തെ ചോദിച്ചു നോക്കൂ എന്ന് ധൈര്യപൂർവ്വം നാം പറയാറില്ലേ? അതുപോലെ ഒരു പറച്ചിലാണത്, അല്ലാതെ ചോദിച്ചു നോക്കാനല്ല. ഒരു കുഫറും ശിർക്കും ഒരിക്കലും അള്ളാഹു കൽപ്പിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂൽമാരാരും അത് പ്രചരിപ്പിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. എന്നാൽ ഈ ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ചില തൽപര കക്ഷികൾ മുന്നോട്ട് വന്നുകൊണ്ട് അവർ പറയുകയാണ്, അള്ളാഹു അല്ലാതെ മരണപ്പെട്ട് കിടക്കുന്ന, കബറിൽ കിടക്കുന്ന പ്രവാചകന്മാരോട്, മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് ചോദിക്കാനുള്ള കൽപ്പയാണ്. നമുക്കെന്തും അള്ളാഹുവിനോട് ചോദിക്കുന്ന പോലെ ചോദിക്കാമെന്നുള്ള അങ്ങേയറ്റം പിഴച്ചവാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഒരൊറ്റ മുഫസ്സിരീങ്ങളും അത് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് ചില മുഫസ്സിരീങ്ങൾ തന്നെ മഹീമർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ ജൂതക്രൈസ്തവരോട് ചോദിച്ചു നോക്കാനുള്ള കൽപ്പനയായിരിക്കാം, അതാണെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നില്ല. അല്ലെങ്കിൽ ഇസ്രാ മിഅ്റാജിന്റെ സമയത്ത് ആ അമ്പിയാക്കൾ, മരണപ്പെട്ട അമ്പിയാക്കളെ മുഹമ്മദ് നബിയുടെ മുന്നിൽ കൊണ്ടുവന്ന സമയത്ത് നേരിട്ട് ചോദിക്കാനുള്ള കൽപ്പനയാകാമെന്ന്, അങ്ങനെയുള്ള ഒരു സാധ്യത മാത്രമാണ് ചില തഫ്സീറുകൾ കാണുന്നത്. അല്ലാതെ ഒരിക്കലും. എന്നിട്ടവർ പറയുകയാണ്, ഈ രണ്ട് കൗല് പ്രകാരവും ആരോടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. കാരണം ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു കാര്യമേ അവിടെ പറയുന്നില്ല. കാരണം ഒരിക്കലും കുഫർ അവരാരും പ്രചരിപ്പിക്കില്ലെന്ന കാര്യം വ്യക്തമാണല്ലോ. ഇത്തരം ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ അള്ളാഹുവിനെ ഭയപ്പെടണമെന്നാണ് നമുക്ക് പറയാനുള്ള. അൽഹംദുലില്ലാഹ്.